നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. നാടിനെയും നാട്ടുകാരെയും ഒക്കെ തന്നെ വിറപ്പിച്ചുകൊണ്ട് ജനവാസ മേഖലയിൽ തമ്പടിച്ച് കാട്ടുകൊമ്പൻ പടയപ്പ ഏവരെയും ഭയപ്പെടുത്തുകയാണ്. സാധാരണ മൂന്നാർ നിവാസികൾക്ക് വലിയ ഭയമൊന്നും തന്നെ ഉണ്ടാകാറില്ല പടയപ്പയെ കാണുമ്പോൾ. പക്ഷേ ഇപ്പോൾ പടയപ്പയെ കണ്ട് ഭയപ്പെടുന്നതിൻ്റെ കാരണം മറ്റൊന്നാണ്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ പതിവ് സാന്നിധ്യമാണ് കാട്ടുകൊമ്പനായ പടയപ്പ. പടയപ്പയ്ക്കിപ്പോൾ മദപ്പാടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇടത് ചെവിയുടെ ഭാഗത്തായി മദപ്പാട് കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അധികം ആശങ്കയോടെ വനപാലകരും അതോടൊപ്പം നാട്ടുകാരും ഈ വിവരം പങ്കുവയ്ക്കുന്നത്. ഇടത് ചെവിയുടെ ഭാഗത്തായാണ് മദപ്പാട് ആദ്യം കണ്ടെത്തിയത്. സാധാരണഗതിയിൽ മദപ്പാട് തുടങ്ങിക്കഴിഞ്ഞാൽ പടയപ്പയെ പിടിച്ചു നിർത്താൻ പോലും കഴിയില്ല. അത്രയധികം അക്രമാസക്തനായി തന്നെ ആയിരിക്കും പടയപ്പ മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ടാണ് മൂന്നാറിൽ പ്രത്യേകിച്ചിപ്പോൾ ഏറ്റവും നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് -ഡിഗ്രിയിലടക്കം താപനില മാറുമ്പോൾ, ടൂറിസ്റ്റുകളെ ഒട്ടനവധി ആകർഷിക്കുന്ന ഒരു മേഖലയായി മൂന്നാർ മാറുമ്പോൾ, സ്വാഗതം ചെയ്യുമ്പോൾ പടയപ്പയുടെ ഈ മദപ്പാട് തന്നെയാണ് ആകുലത വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് ശക്തമായ രീതിയിൽ പടയപ്പയെ നിരീക്ഷിക്കാനുള്ള പ്രത്യേക വാച്ചർമാരെ അടക്കം വനംവകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നീക്കം. വനംവകുപ്പ് അധികൃതർ ആനയുടെ ചിത്രങ്ങൾ പകർത്തി വെറ്റിനറി ഡോക്ടർക്ക് കൊടുത്തിരുന്നു. ഡോക്ടർ ഇക്കാര്യം കണ്ട് മദപ്പാട് സ്ഥിരീകരിക്കുകയും ചെയ്തു. മുൻ വർഷങ്ങളിലൊക്കെ പടയപ്പ വളരെ ശാന്ത സ്വഭാവക്കാരനായിരുന്നു. പ്രത്യേകിച്ചും കൊറോണ സമയത്തൊക്കെ വലിയ അക്രമാസക്തനായി മാറിയ വാർത്തയൊക്കെ നമ്മളേവരും കണ്ടതായിരുന്നു. പടയപ്പ ഇപ്പോൾ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന ഒരു രീതിയിലേക്ക് വീണ്ടും വരികയാണ്. ഉൾവനത്തിലേക്ക് പിൻവാങ്ങാതെ ജനവാസ മേഖലയിൽ തമ്പടിച്ചാണ് പടയപ്പ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വനംവകുപ്പിൻ്റെ RRT സംഘം ആനയെ നിരീക്ഷിച്ച് പോരുന്നുണ്ട്. അതിനു പുറമെ പ്രത്യേക വാച്ചർമാരെയും ഏർപ്പെടുത്തി. കഴിഞ്ഞ വർഷം മദപ്പാട് കാലത്ത് പടയപ്പ അക്രമാസക്തനായി ഇരുചക്ര വാഹനങ്ങളെ അടക്കം നശിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ തന്നെ കടന്നിരുന്നു. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ പോലും അതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇത്തവണ. കഴിഞ്ഞ വർഷം ഫെബ്രുവരി പകുതിയോടെയാണ് പടയപ്പയുടെ മദപ്പാട് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. ഇതേ തുടർന്ന് ഒട്ടനവധി വാഹനങ്ങളും വീടുകളുമൊക്കെ അന്ന് തകർത്തിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു സമയം ഏറ്റവും അധികം ആളുകൾ മൂന്നാർ കാണാനായി എത്തുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് അതിൻ്റെ ആശങ്കയും ആകുലതയും വലിയ തോതിൽ തന്നെ ഉയരുകയാണ്. പടയപ്പ മാത്രമല്ല, മൂന്നാറിനെ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം കൊമ്പന്മാരാണ് അവിടെ വിലസുന്നത്. പടയപ്പയെ കൂടാതെ ചില്ലിക്കൊമ്പൻ, മുറിവാലൻ കൊമ്പൻ, 4G കൊമ്പൻ, ചക്കക്കൊമ്പൻ, ഗണേശൻ, നേരത്തെ പിടികൂടിയ വാർത്തയിൽ വലിയ ഇടം നേടിയ അരിക്കൊമ്പൻ എന്നിങ്ങനെ 16ഓളം കൊമ്പന്മാരാണ് ഈ പ്രദേശം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാർ, രാജമല, ചിന്നാർ മേഖലകളൊക്കെ തന്നെ വിറപ്പിക്കുന്നതും ഇവർ തന്നെയാണ്. അതിനു പുറമെ കുട്ടിയാനകൾ ഉൾപ്പെടെ ഒരു വലിയ ആനക്കൂട്ടമാണ് മൂന്നാർ മേഖലയിൽ പതിവ് കൊള്ളയടിയും ഒക്കെ തന്നെ നടത്തി മുന്നോട്ട് പോകുന്നത്. പട്ടാപ്പകൽ റോഡിന് നടുവിൽ തന്നെ നിന്ന് നാട്ടുകാരെയും പുതുതായി എത്തുന്ന അതിഥികളെയും തുമ്പിക്കൈ വീശി കാണിക്കും. രാത്രിയായാൽ കാടിറങ്ങി വന്ന് കടകളൊക്കെ തന്നെ തല്ലി തകർത്ത് അവിടെ കൊള്ളയടിച്ച് കഴിക്കാനുള്ളതൊക്കെ തന്നെ കഴിച്ച് വയറ് നിറച്ച് വീണ്ടും തിരിച്ചു പോകും. മുറിവാലൻ എന്നറിയപ്പെടുന്ന കൊമ്പൻ ചിന്നക്കലാൽ പന്നിയാർ മേഖലയിലെ കൊടും കുറ്റവാളിയായി തന്നെയാണ് അറിയപ്പെടുന്നത്. 7 ആളുകളെ കൊല ചെയ്ത അതിക്രൂരനായ ഒരു കൊമ്പനായി തന്നെയാണ് മുറിവാലിനെ ഏവരും നോക്കിക്കാണുന്നത്. വേനൽക്കാലമാകുമ്പോൾ ജനവാസ മേഖലയിലെത്തി ജനങ്ങളെ പേടിപ്പിക്കുന്ന ഒരു പേടി സ്വപ്നമാണ് മുറിവാലൻ കൊമ്പന്. 4G എന്നറിയപ്പെടുന്ന ഒരു കൊമ്പൻ കമ്പിവേലികൾ തകർത്ത് കൃഷി നശിപ്പിക്കുന്നതിലും മൂന്നാറിലെ കടകൾ കൊള്ളയടിക്കുന്നതിലും ഒക്കെ തന്നെ ബഹുകേമനാണ്. ബുദ്ധി കൊണ്ട് ഈ കാട്ടുകൊമ്പൻ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നാട്ടുകാർ നൽകിയ വിളിപ്പേരാണ് 4G എന്ന് പറയുന്നത്. അത്രയധികം വേഗത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഈ കൊമ്പന് സാധിക്കും. കൃഷിയിടത്ത് സ്ഥാപിച്ചിരിക്കുന്ന വൈദ്യുതി വേലികളൊക്കെ ആനകളെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. പക്ഷേ തന്ത്രപരമായി ഇതിനെ എങ്ങനെ തകർക്കണമെന്നും ഇത് തകർത്ത് അകത്ത് കടന്ന് എങ്ങനെയാണ് ഇതിൽ നിന്നും തിരിച്ച് സാധനമെടുത്ത് തിരിച്ചു വരേണ്ടത് എന്നുള്ള കൃത്യമായ ചിന്ത ഇവർക്കുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന മരങ്ങൾ പിഴുതെടുത്ത് ഈ വേലിയുടെ മുകളിൽ കുറുകെയിട്ട് കമ്പിയിൽ ലെവലേശം സ്പർശിക്കുക പോലും ചെയ്യാതെ ഷോക്കടിക്കുമെന്ന ബോധ്യത്തിൽ മരത്തിലൂടെ നടന്നാണ് അകത്തേക്ക് കയറാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ബുദ്ധി 4G ആയി തന്നെ അറിയപ്പെടുന്നത്. മാട്ടുപ്പെട്ടി, മൂന്നാർ, നല്ലതണ്ണി മേഖലകളിൽ വിഹരിക്കുന്ന മണികണ്ഠൻ എന്ന ആനയും ഏറെ പ്രസിദ്ധനാണ്. പക്ഷേ പ്രശ്നക്കാരനല്ല. ഇടയ്ക്ക് നാട്ടിലെത്തി വാഴ തകർത്ത് വാഴപ്പഴം ഭക്ഷിച്ചാണ് തിരിച്ചു പോകാറുള്ളത്. അതേപോലെ നേരത്തെ പരാമർശിച്ച സമൂഹ മാധ്യമങ്ങളിൽ ആയിരക്കണക്കിന് ആരാധകരും ഫാൻ പേജുകളുമുള്ള കാട്ടാനയായ അരിക്കൊമ്പൻ കേരളം വിട്ടിട്ട് മാസങ്ങളായിട്ടുണ്ട്. എന്നിരുന്നാലും മൂന്നാറിനെ സംബന്ധിച്ച്, മൂന്നാർ ജനവാസികളെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രിയപ്പെട്ടവനാണ് അരിക്കൊമ്പൻ. കൊടും ക്രൂരനാണ്. ഒരുപാട് ആളുകളുടെ ജീവൻ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങൾക്കിപ്പോഴും പ്രിയങ്കരനാണ് അരിക്കൊമ്പൻ.
ജനജീവിതം ഏറ്റവും ഒടുവിൽ താറുമാറാക്കിയതോടെയാണ് ഇടുക്കി ചിന്നക്കനാലിൽ നിന്നും മയക്കുവെടി വെച്ച് അരിക്കൊമ്പനെ നാട് കടത്തിയത്. അരിക്കൊമ്പൻ നാട് വിട്ട് വർഷം 1 കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും വലിയ ചർച്ചയായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. 7 പേരുടെ ജീവൻ എടുത്ത് 60-ലധികം വീടും കടയും തകർക്കുകയും ചെയ്ത അരിക്കൊമ്പനെ 2023 ഏപ്രിൽ 29-നാണ് ചിന്നക്കനാലിൽ നിന്നും മയക്കുവെടി വെച്ച് പെരിയാർ ടൈഗർ റിസർവിലേക്ക് മാറ്റിയത്. ഏറെ ദിവസങ്ങൾ നീണ്ട, മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് 5 തവണ മയക്കുവെടി വെച്ച് കുങ്കിയാനകളുടെ സഹായത്തോടെ അരിക്കൊമ്പനെ കീഴ്പ്പെടുത്തിയത്. പിന്നീട് കഴുത്തിൽ റേഡിയോ കോളർ സ്ഥാപിച്ച് പെരിയാർ ടൈഗർ റിസർവിലേക്ക് അതിശക്തമായ സുരക്ഷയിൽ എത്തിച്ച് തുറന്നുവിടുകയായിരുന്നു. ഏകദേശം 30 വയസ്സോളമാണ് അരിക്കൊമ്പന് പ്രായം കണക്കാക്കുന്നത്. 1 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്താണ് ചിന്നക്കനാലിൽ അരിക്കൊമ്പൻ എത്തുന്നത്. രോഗിയായ അമ്മയ്ക്കൊപ്പമാണ് ആദ്യമായി അരിക്കൊമ്പനെ കണ്ടതായി അവിടുത്തെ പരിസരവാസികൾ തന്നെ പറയുന്നത്. സാധനങ്ങൾ മോഷ്ടിക്കുന്ന ആന ആയതുകൊണ്ട് തന്നെ ആനയെ ആദ്യം വിളിച്ച പേര് കള്ളക്കൊമ്പൻ എന്നായിരുന്നു. പക്ഷേ പിന്നീട് അരിക്കൊമ്പൻ്റെ ഏറ്റവും ഇഷ്ട ഭക്ഷണം റേഷൻ കടകൾ തല്ലി തകർത്ത് അവിടുത്തെ അരിയായിരുന്നു. റേഷൻ അരി കഴിക്കുന്ന ഈ കള്ളക്കൊമ്പൻ്റെ പേര് പിന്നീട് അരിക്കൊമ്പൻ എന്നായി മാറുകയായിരുന്നു. അരിയുടെ മണമൊക്കെ തന്നെ വളരെ വേഗത്തിൽ തിരിച്ചറിയാനുള്ള പ്രത്യേക കഴിവ് അരിക്കൊമ്പനുണ്ട്. അരി കിട്ടാൻ വേണ്ടി എന്തും തകർക്കുകയും എന്തിനേയും നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ചിന്നക്കനാലിലെ കോളനികളിലൊക്കെ ഓരോ വീടുകളിലും അരിക്കൊമ്പൻ കയറി ഇറങ്ങുന്നത് പതിവ് കാഴ്ചയായിരുന്നു. രാത്രിയായാൽ വാതിലും ജനലുമൊക്കെ പൊളിച്ച് അകത്ത് കടന്നുപോലും നാട്ടുകാരെ ഭയപ്പെടുത്താറുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലമായി ചിന്നക്കനാൽ മേഖലയിൽ വലിയ ആക്രമണം അരിക്കൊമ്പൻ അഴിച്ചുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് അരിക്കൊമ്പനെ പിടികൂടി നല്ല നടപ്പിന് മറ്റൊരിടത്തേക്ക് മാറ്റിയത്. 18 വർഷം കൊണ്ട് 180-ലധികം കെട്ടിടങ്ങളാണ് അരിക്കൊമ്പൻ തകർത്തതായി ഒരു ഏകദേശ കണക്കുള്ളത്. 2005 മുതലാണ് ആക്രമണം രൂക്ഷമായത്. റേഷൻ കടകൾ, ഏലം സംഭരിക്കുന്ന മുറികളൊക്കെ തന്നെ തച്ചു തകർത്ത് തന്നെയാണ് അരിക്കൊമ്പന്റെ ആക്രമണം. 30-ലധികം ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു. 2017-ൽ അരിക്കൊമ്പനെ മയക്കുവെടിവെച്ച് പിടികൂടാൻ ശ്രമിച്ചെങ്കിലും അന്ന് അത് നടന്നിരുന്നില്ല. പിന്നാലെയാണ് ഈ ദൗത്യം പൂർത്തീകരിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.